അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ ഹരീഷിന് വേണ്ടിയിട്ട് രണ്ടാം കല്യാണം ആലോചിക്കുന്ന ആ പെണ്ണിനെ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കേണ്ട ആ ബ്രോക്കറെ വിളിച്ചിട്ട് എന്തായാലും നമ്മുടെ ബ്രോക്കർ പറയുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ ആ പെൺകുട്ടിക്ക് ഒന്ന് കാണണത്ര ആ ബേക്കറിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ ആയിക്കോട്ടെ ഞാൻ വരാം, പക്ഷേ അനിയന്മാരെയൊന്നും ഇപ്പോൾ അറിയിക്കേണ്ട, അതൊക്കെ ശരിയായിട്ട് പിന്നെ അറിയിക്കാം, അവർക്കിപ്പോൾ ഇത് അറിഞ്ഞാൽ വല്ലാത്ത വിഷമാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബ്രോക്കർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ നികേഷും നിധിയും സുധീഷും കൂടി ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട് നിധിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പിന്നെയും ഗായത്രി വരുന്നുണ്ട്. ഗായത്രി വരുന്ന സമയത്ത് നമ്മുടെ നികേഷ് ആണെങ്കിൽ ആ പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുധേഷ് പറയുന്നുണ്ട്, ഇങ്ങനെ നീ അവളെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലടാ, നീ അടുത്ത് പോയിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാലും നമ്മൾ നികേഷും സുധീഷിൻ്റെ വാക്ക് കേട്ടിട്ട് അടുത്ത് പോകുന്നുണ്ട്. ഗായത്രിയുടെ അടുത്ത് പോയിട്ട് പറയുന്നത് ഹലോ എന്ന് പറയുന്നത്, നമ്മുടെ ഗായത്രിയും പറയുന്നുണ്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗായത്രിയോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഗായത്രി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ ഏട്ടനെ ഞാൻ ഒരുപാട് ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടനെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളുടെ ഏട്ടൻ്റെ നമ്പർ എനിക്കൊന്ന് തരുമോ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നികേഷിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ വിഷമമുണ്ട്. നികേഷ് ഏത് ഏട്ടനാണെന്നൊന്നും ചോദിക്കാതെ നമ്മുടെ നികേഷ് വിഷമിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നികേഷ് വിഷമിച്ചിട്ട് സുധീഷിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് സുധീഷ് ചോദിക്കേണ്ടത് എന്താണ് നിൻ്റെ മുഖത്തൊരു വിഷമം എന്ന് ചോദിക്കുന്ന സമയത്ത് സുധീഷിനോട് നമ്മുടെ നികേഷ് പറയേണ്ടത് ഏട്ടൻ്റെ നമ്പർ വേണത്ര. ഏത് ഏട്ടൻ്റെ എന്ന് പറയുമ്പോൾ ഹരീഷ് ഏട്ടനോട് എൻ്റെ മുഖത്ത് നോക്കുമ്പോഴല്ലേ വലിയ ഗൗരവം, അപ്പോൾ ആ ഏട്ടൻ്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ സുധീഷ് ഇത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ നിധിക്കാണെങ്കിൽ ബസ് വരുന്നില്ല, അപ്പോൾ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് നമ്മുടെ നികേഷിനെയും കൂട്ടിയിട്ട് നമ്മുടെ സുധീഷ് നേരെ ചെല്ലുന്നത് ഹരീഷിൻ്റെ അടുത്തേക്കാണ്. ഹരീഷ് ആണെങ്കിൽ അവിടെ നീതുമായിട്ട് ഗംഭീര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നികേഷ് പറഞ്ഞു ഇപ്പോൾ പോയിട്ട് ഇതൊന്നും പറയണ്ടെന്ന് പറഞ്ഞേ, എനിക്കിതിപ്പോൾ പറഞ്ഞിട്ട് നേരെ നമ്മുടെ സുധീഷ് ചെല്ലുന്നത് ഹരീഷിൻ്റെ അടുത്തേക്കാണ്. ഹരീഷിനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. നമ്മുടെ നികേഷ് ഒരു പെൺകുട്ടീനെ ബസ് സ്റ്റാൻഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടിക്ക് നിന്നെയാണ് ഇത്ര ഇഷ്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നീതുവിനാണെങ്കിൽ ദേഷ്യം വേണ്ടി, ഏത് പെൺകുട്ടി എടാ നിനക്കും അറിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷിനെ ഒരുപാട് ചൂടാവുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല നീതു എന്നെ ഒന്ന് വിശ്വസിക്കുക പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയേണ്ട അവനൊന്നും അറിയില്ല, ആ പെൺകുട്ടി ഇന്നാണ് പെട്ടെന്ന് പറഞ്ഞത്, ഏത് പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നികേഷ് സമയം പറഞ്ഞു കൊടുക്കേണ്ടത് രാവിലെ 9 മണിക്കും വൈകുന്നേരം 4 മണിക്കും ആ പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ വരും, നാളെ ഞാൻ അവളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീതു പോകുന്നുണ്ട്. നമ്മുടെ സുധീഷും നികേഷിനെ കൂട്ടിയിട്ട് കോളേജിലേക്കും പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ സുഭാഷ് ഏട്ടൻ ആ കല്യാണ ആലോചന അന്വേഷിച്ച് ബേക്കറിയിലേക്ക് പോകുന്നുണ്ട്. ബ്രോക്കർ വിളിച്ചിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ അവളെ അനിയനെയും കൂട്ടിയിട്ട് ബേക്കറിയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും രണ്ടാളും കൂടി സംസാരിക്കേണ്ട. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് 4-5 കൊല്ലമായിട്ട് ഒരു പ്രേമം ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്, വീട്ടുകാരൊക്കെ എതിർത്തിട്ടാണ് കല്യാണം കഴിച്ചത്, ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒത്തു പോകുന്നില്ല, അപ്പോൾ അത് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ഞാൻ 2-3 മാസം കഴിയും ഡൈവേഴ്സ് കിട്ടുമ്പോഴേക്കും, പക്ഷേ ഡൈവേഴ്സ് കഴിയുമ്പോഴേക്കും എനിക്ക് നിശ്ചയം കഴിയണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടന് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത് എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് രണ്ടാളും മുന്നോട്ട് പോകുന്നുണ്ട് കല്യാണത്തിന്. എന്തായാലും നാളെ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടനോട് നിങ്ങൾക്കൊന്നും എന്നോട് ചോദിക്കാമല്ലേ, ഇപ്പം എനിക്കൊന്നും ചോദിക്കാമല്ല, എന്നെപ്പറ്റി ബ്രോക്കറൊക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് എൻ്റെ അനിയന്മാരാണെങ്കിൽ ജീവനാണ്, അവരെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല, അത് മാത്രമേ എനിക്ക് പറയാമല്ലോ എന്ന് പറയുന്നത്. ആ പെൺകുട്ടിക്ക് അതൊന്നും വിഷയമില്ല, ആ പെൺകുട്ടിക്ക് വാശി മാത്രം അയാളുടെ മുന്നിൽ ഇവനെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കണം ഡൈവേഴ്സ് ആകുമ്പോഴേക്കും, അത് മാത്രമാണ് ആ പെൺകുട്ടിയുടെ മനസ്സിൽ വിചാരം. എന്തായാലും നമ്മുടെ ഗായത്രിയുടെ മനസ്സിൽ നമ്മുടെ സുധീഷിനെയാണ് ഇഷ്ടം, അല്ലാതെ ഹരീഷിനെയല്ല. പക്ഷെ നമ്മുടെ നികേഷ് ആണെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.